ഉള്ളിൽ കൂടി കയറുള്ളൂ. അതുപോലെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു റൗണ്ട് പീസ് എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് സിമ്പിളായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ഉള്ളിലേക്ക് ഇട്ടിട്ട് ഈ ഒരു ഭാഗത്ത് കൂടി ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടി ഇങ്ങനെ കയറ്റാം. കയറ്റുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിങ്ങനെ മാറ്റിയിട്ട് ഇതിങ്ങനെ ജസ്റ്റ് പൊക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഈ സാധനത്തിൻ്റെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെക്കാം. അതിന് ശേഷം ഇത് നേരെ താഴേക്കാക്കാം. ഇതും മുകളിലേക്ക് പൊക്കി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം. വെച്ചതിന് ശേഷം ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഇതിനകത്തേക്ക് ഇടാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഊരിയ ഈ ഒരു സ്പ്രിങ്ങും ഇതും കൂടിയുള്ളൊരു സംഭവം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. ഒരു ചെറിയൊരു ലോക്ക് കാണാം, ആ ലോക്കിലേക്ക് തിരിക്കാം. ഇത്രയുള്ള സംഭവം. അപ്പോൾ ഇതിൽ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വയറിൻ്റെ ഇതിൻ്റെ ഈ ഒരു എൻഡ് ഭാഗത്തെ കുറച്ച് ഡീറ്റെയിൽസും കൂടി നമുക്ക് നോക്കാനുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്കിങ്ങനെ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പീസാണ്. ഇത് വെൽഡ് ചെയ്യാൻ നേരം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും നമ്മളുടെ വർക്ക് ചെയ്യണ എന്താണെന്ന് വെച്ചാൽ വർക്ക് പീസായിട്ട് ഇത് ടച്ച് ആവാൻ പാടില്ല. ടച്ച് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗം കത്തിപ്പോകുന്നതാണ്. നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് വാങ്ങിക്കാനായി കിട്ടുന്ന ടൈപ്പ് സാധനമാണ്. ഇവിടെ ഒരു ചെറിയൊരു പിരിയും സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു അറ്റം, ഈ നോസിലിൻ്റെ ഈ ഒരു ഭാഗമാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പറയാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ത്രെഡ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു നോസിൽ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് അല്ലെങ്കിൽ പ്ലെയർ വെച്ചൊക്കെ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഊരെടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ഇവിടെ ഒരു പിരിയും സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതതുപോലെ തന്നെ നമുക്ക് ഇതിനെ തിരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു ടോർച്ചിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു സ്വിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സ്വിച്ച് ഞെക്കുമ്പോഴാണ് ഇവിടെ ഇത് കറങ്ങി വന്നത്. അപ്പോൾ നമുക്കിത് കറങ്ങി വരണ്ട എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ പ്ലഗ് ചെയ്യാൻ പോയാണ്. പ്ലഗ് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. സാധാരണ ഒരു 6 ആമ്പിയർ സോക്കറ്റിലൊക്കെയാണ്